അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയൊക്കെ ഏതാണെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ കയ്യിന് ചെറിയൊരു ഇഷ്യൂ, അപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. ഇപ്പോൾ റിസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്താണ് പെയിന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായി പെയിന് വരാൻ തുടങ്ങിയിട്ട്. ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ ദിവസമായി, 10-20 ദിവസത്തിൻ്റെ അടുത്തൊക്കെ ആയി. നോമ്പ് എൻ്റെ മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കാം, മാറുകയാണെങ്കിൽ തനിയെ മാറുകയാണെങ്കിൽ മാറട്ടെ. ഓലിനെയൊക്കെ അടിച്ച് നോക്കി, എന്നിട്ടൊന്നും യാതൊരു ഇതുമില്ല. പിന്നെ നമ്മൾ അങ്ങേയറ്റായാലേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോകുന്നതും മരുന്ന് കഴിക്കണതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാറുള്ളത്. അങ്ങനെ ഞാനും ഇക്കയും കൂടെ പോയി ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറിനെ കണ്ട് അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക്, പിന്നെ വൈറ്റമിൻ ഡി കുറവുള്ളവർക്കും, പിന്നെ അതേപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് ഇളകിയിട്ട് നീരിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇങ്ങനത്തെ 3 സംഭവങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും മരുന്ന് തന്നിട്ടുണ്ട് 2 ആഴ്ചത്തേക്ക്. ആ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് ഭേദമില്ലെങ്കിൽ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും, വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്കും തോന്നാറുണ്ട് എനിക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്നുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ഇമോഷണൽ എന്താ പറയുക ഇൻബാലൻസ് അങ്ങനെ എന്തോ സംഭവങ്ങളില്ലേ, അങ്ങനെയൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഓരോ സമയത്ത് ഓരോ മൂഡായിരിക്കും നമുക്ക്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി പ്രശ്നമുള്ളവർക്കൊക്കെയാണ് അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വരുന്നത്. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അത്രേ. മുടി കൊഴിച്ചിൽ എനിക്ക് കാര്യമായിട്ടില്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ അപ്പം ചെക്ക് ചെയ്തില്ല, നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാനോട് ഇനി അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചെത്തി. പിന്നെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനിതാ ഈവനിങ് നമ്മുടെ നോമ്പ് തുറയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എഗ്ഗൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് എഗ്ഗ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നാരങ്ങ വെള്ളം ഒന്ന് കലക്കി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനൊരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല മധുരമുണ്ട് ഇപ്പോഴത്തെ പൈനാപ്പിൾ. ഇന്ന് എന്തായാലും തണ്ണിമത്തൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇന്നലത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് തണ്ണിമത്തൻ ബാക്കിയുണ്ട്, മുന്തിരിയും ബാക്കിയുണ്ട്. പിന്നെ ഇത് കട്ട്ലറ്റിന് ഞാൻ 2 ദിവസം മുന്നേ റെഡിയാക്കി വെച്ച മിക്സാണ്. അപ്പോൾ അത് ഇച്ചിരി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് ഇത്തിരി ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് അതും ബാക്കി വന്നൊരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം ഇട്ട് ഇളക്കി കുറച്ച് മസാലയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് അവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്താണ് എനിക്ക് തോന്നുന്നത് അതങ്ങ് ആക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും മുട്ട കൊണ്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ മുട്ട ബജി തന്നെ ഉണ്ടാക്കിയത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വലിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്, ഇച്ചിരി ഉപ്പിട്ടിട്ട് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണല്ല 4 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ മുളക് പൊടി 1 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ടൊമാറ്റോ കെച്ചപ്പ് ഏകദേശം 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ യെല്ലോ ഇതിലോട്ടങ്ങ് തട്ടിക്കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ചിക്കൻ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ തട്ടിക്കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിന്ന് ചിക്കൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ മിക്സ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാനിവിടെ ഒരു 6 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 12 എഗ്ഗ് ബജി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഞാൻ വയറ്റിലോട്ട് ഈ ഒരു മിക്സ് നിറച്ച് കൊടുക്കുകയാണ്. എല്ലാം നിറച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്യാൻ നേരത്തെ എടുത്തുകൊണ്ട് ഫ്രൈ ആക്കിയാൽ മതിയല്ലോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇന്ന് മൊത്തം കടലമാവിൻ്റെ ഐറ്റംസ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം, ഒരു ബാറ്റർ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു എഗ്ഗ് ബജി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുക. പൊതുവേ എഗ്ഗ് ബജി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പൊട്ടിത്തെറിക്കുമോ എന്നുള്ള പേടിയാണ്. പൊട്ടിത്തെറിച്ചിട്ടും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ മുഖത്തേക്ക് തന്നെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അത് ഭൂരി എന്തോ ഉണ്ടാക്കിയപ്പോൾ എണ്ണ തെറിച്ചിട്ട് നല്ല പോലെ പൊള്ളിയിട്ടുണ്ട്. കുറച്ച് മുന്നെയാണ് കേട്ടോ. അത് നല്ല അടയാളമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടയാളം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഈ എഗ്ഗ് ബജിയൊക്കെ ഉണ്ടാക്കണം ഭയങ്കര പേടിയാണ്.
പിന്നെയും ഒരു ധൈര്യം സംഭരിച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും കടലമാവ് ഇതാ അതുപോലെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പും അതുപോലെ കായപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇച്ചിരി ചിക്കൻ മസാലയുടെ ടേസ്റ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് സാമ്പാറിൻ്റെ മസാലേൻ്റെ ടേസ്റ്റാണ് വേണ്ടിച്ചാൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 2 ചേർത്ത് കൊടുത്താലും നല്ല ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ച ഓരോ എഗ്ഗും അതിലോട്ട് ഇട്ടിട്ട് മാവ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ ആക്കിയപ്പോൾ വിചാരിച്ചു സിമ്പിളാണല്ലോ, എന്നിട്ടും ലാസ്റ്റത്തെ 2 എഗ്ഗ് ബജി ഇട്ടപ്പോൾ ഒന്ന് പൊട്ടി. പക്ഷേ എന്താ പറയുക, എൻ്റെ മേലോട്ടൊന്നും തെറിച്ചില്ല കേട്ടോ. വേഗം ഓഫാക്കി. എനിക്ക് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എന്നെപ്പോലെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. എഗ്ഗ് ബജി ഉണ്ടാക്കാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിരിക്കും. കടലമാവ് മാത്രം മതി കേട്ടോ. വേറെ ഒന്നും ഇട്ട് കൊടുത്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു ഒതൻറ്റിക് ഫ്ലേവർ കളയരുത്. പിന്നെ ഞാൻ വേഗം ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചപ്പോൾ എന്തായി, വെള്ളം അതിലോട്ട് ആവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വേഗം തുറന്നു. അത് അതിലേറെ ഡേഞ്ചറല്ലേ. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗ് ബജിയൊക്കെ ആയപ്പം അതെല്ലാം കോരിയെടുത്തു. ബാക്കിയുള്ളത് ഞാൻ പള്ളിയിൽ നിന്ന് വന്ന ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ബജിയൊക്കെ ചൂടോടുകൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു കട്ട്ലറ്റിൻ്റെ ഇതിലോട്ട് ബ്രെഡ് ക്രംസും കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അതിന് ഞാൻ കടലമാവിൽ മുക്കിയാണ്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ മുളക് ബജിക്ക് വേണ്ടിയിട്ട് ഞാൻ സെയിം മസാല തന്നെയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമുക്ക് മുളകും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു മുളകിന് ഞാൻ 5-6 പീസാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓരോ മുളകായിട്ട് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചാൽ ഉള്ളിൽ ഇച്ചിരി പുളിയാക്കിയിട്ടും മുളക് ബജി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ല നിങ്ങൾക്ക് പൊട്ടറ്റോടെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് അതും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചുകൂടിയും പണി കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ നോമ്പ് വെച്ചിട്ട് ഒരുപാട് റിസ്കി കാര്യം ചെയ്യാണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുത്തു. പിന്നെ ഈ ബാറ്ററിൽ തന്നെ നമുക്ക് പൊട്ടാറ്റോ ഭയങ്കര നൈസായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ബ്രെഡും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കോരിയെടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ബോണ്ടി ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ബോണ്ട നമ്മുടെ കട്ട്ലറ്റിൻ്റെ മസാല. സാധാരണ ബോണ്ടയിൽ നമ്മൾ ചിക്കനൊന്നും ഇടാറില്ല. ഇതിപ്പോൾ അല്ലാണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബോണ്ടിയും ഏകദേശം കാണുമ്പോൾ എഗ്ഗ് ബജിൻ്റെ പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അതും കൊണ്ടുവച്ചു. ഇനി എന്താണ്, ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാൻ നേരമാകുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അതേപോലെ നമ്മളോട് ഷമാമ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എത്ര നേരം വെച്ചാലും കയ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്തായാലും ഒരു ഷമാമും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെർവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഫ്രൂട്ട്സ് കന്നി എന്ന പേര് വേണമെങ്കിൽ കൊടുക്കാം നമ്മുടെ ഷെയ്ക്കിന് അല്ലേ. ഓക്കെ നോക്കാം നമുക്ക്. പിന്നെ കുറേ ഹായ് സൂപ്പർ ഒക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇന്നലത്തെ നമ്മുടെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി കണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ എന്നോട് തലശ്ശേരിയിൽ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ ഫുഡ് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. മാഷാ അല്ലാഹ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. തലശ്ശേരിയിൽ എനിക്ക് ആരുമില്ല, പക്ഷേ എനിക്ക് എല്ലാ നാട്ടിലെ ഫുഡ് ഉണ്ടാക്കാനും കഴിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കി നോക്കാനും ഒക്കെ താല്പര്യപ്പെടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വൈറ്റ് പോട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കാസറോളാണ്, പോട്ടല്ല കേട്ടോ.